ഈ ഒരു സെയിം ടേബിളിൽ ഉണ്ടായ ഡിസ്കഷൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വർഷം നീറ്റ് എഴുതി കഴിഞ്ഞ ഒരു കുട്ടി DNAT എന്നുള്ള ഡോപ്പയുടെ നീറ്റ് അസസ്മെൻറ്റ് ടൂൾ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സ്റ്റുഡൻറ്റ് ഇനി ഫർദർ ചെയ്യണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത്. സോ ആ കുട്ടി ഈ വർഷം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി. ജസ്റ്റ് ഈ വർഷം എത്രത്തോളം ചാപ്റ്റേഴ്സ് എത്ര തവണ റിവൈസ് ചെയ്തിരുന്നു ആൻഡ് ഓരോ ചാപ്റ്ററിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. ബിഫോർ ദ ഇൻ്റർവ്യൂ ആ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നീറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ള രൂപത്തിലാണ്. ആൻഡ് ആഫ്റ്റർ ദ ഇൻ്റർവ്യൂ ആണ് കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, കഴിഞ്ഞ വർഷം ആക്ച്വലി ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ബിഫോർ ദ ഇൻ്റർവ്യൂ പാരൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ കുട്ടിക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് നീറ്റ് കിട്ടാത്തതാണെന്നതാണ്. അതിൻ്റെ ഏറ്റവും ഹാപ്പി പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീമാണ് ഡോക്ടർ ആവാന്ന്. ആ ഡ്രീം അവർ ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്നതിന് എൻഡിലാണ് ഈ ഒരു DNAT അറ്റൻഡ് ചെയ്യുന്നത്. DNAT നമുക്ക് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആക്ച്വലി നീറ്റ് പ്രിപ്പറേഷനുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിന് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു ഡ്രീമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. സോ ഈ ഡ്രീം ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്നതിന് തൊട്ട് മുന്നെയാണ് DNAT അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് DNAT നമ്മൾക്ക് വീണ്ടും ആ ഡ്രീമിലേക്ക് ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്വൈസസ് കൊടുക്കാൻ പറ്റി അടിപൊളിയായി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. മാത്രമല്ല DNAT ഈ ഒരു കൺക്ലൂഷൻസ് മാത്രമല്ല നമുക്ക് ഉണ്ടാവാറുള്ളത്. മാത്രമല്ല DNAT എപ്പോഴും നീറ്റിന് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാന്നുള്ള കൺഫ്യൂഷൻസ്. ഇത് മാത്രമല്ല DNAT നമുക്ക് ഉണ്ടാവുന്ന കൺക്ലൂഷൻസ് എപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്നുള്ള കൺക്ലൂഷൻസ് മാത്രമല്ല നമുക്ക് ഉണ്ടാവാറുള്ളത്. നിങ്ങൾ ഈ വർഷം നീറ്റ് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തു, ഇനി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ വേ ഓഫ് സ്റ്റഡിങ് എനിക്ക് സ്യൂട്ട് ആവുന്ന രൂപത്തിലുള്ള ആ വേ ഓഫ് സ്റ്റഡിങ് എനിക്ക് സ്യൂട്ട് ആവുന്നതല്ല എന്നുള്ളത് കൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ നമുക്കത് പ്രോപ്പർലി ഗൈഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ട്രയലിൽ പല മിസ്റ്റേക്സും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ എന്തോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ആ മിസ്റ്റേക്ക് ഇന്നതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രോപ്പർലി തരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, നിങ്ങളൊരു വേ ഓഫ് സ്റ്റഡിങ് അല്ല നീറ്റിന് വേണ്ടി വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. സോ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഒരു കൺഫ്യൂഷൻ അല്ലാത്ത നീറ്റിന് തന്നെ പോകേണ്ട ആളുകൾ ഒരിക്കലും DNAT അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾ കൺഫ്യൂസ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷനിൽ ഏതെങ്കിലും വെരി പ്രോപ്പർലി വെരി സയൻറ്റിഫിക്കലി നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. സോ വേണ്ട ആളുകൾ DNAT എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം. നീറ്റ് റിസൾട്ടിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്വൈസും പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനം ഇത് മുഖേന എടുക്കാൻ പറ്റുന്നതാണ്. സോ DNAT വേണ്ട ആളുകൾ രജിസ്റ്റർ ചെയ്യുക. ഓഫ്ലൈൻ മാത്രമായിട്ട് ഇവൻ്റ് ഉണ്ടാവുന്നത് ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഡെസ്കിൽ വെച്ചിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതായിരിക്കാം. സോ കൺഫ്യൂസ്ഡ് ആയ സ്റ്റുഡൻസിനെ നമുക്ക് DNAT വെച്ച് കാണാം.